ഇന്ന് മാർക്കറ്റ് വളരെ ട്രിക്കി ആയിരുന്നു. കുറച്ചധികം ലെറ്റ്സ് ന്യൂസ് ബേസ് പറയുകയാണെങ്കിൽ സെബിയുടെ അലിഗേഷൻ ഉണ്ടായിരുന്നു. മാർക്കറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഐ തിങ്ക് ലൈക്ക് ഒരു 11-12 മണിയൊക്കെ ആയെന്ന് തോന്നുന്നു. അപ്പോഴത്തേക്കായിരുന്നു ഈ ഇറാൻ ഇസ്രായേൽ വാറിൻ്റെ അടുത്തൊരു ന്യൂസ് കൂടെ വന്നിട്ടുണ്ടായിരുന്നത്. ഇതെല്ലാം കൊണ്ട് മാർക്കറ്റിന് ഇച്ചിരി ട്രിക്കി ആയിരുന്നു. നമുക്ക് നോക്കാം ഇന്ന് എങ്ങനെ മാർക്കറ്റ് ഉണ്ടായിരുന്നു എന്നും അതിനോടൊപ്പം തന്നെ നാളെ നമുക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ളതും. ദിസ് ഈസ് മീ ആരൻ ഹിയർ, യുവർ കോച്ച്, യുവർ മെന്റർ, യുവർ ട്രെയിനർ ഇൻ ട്രേഡിംഗ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിഫ്റ്റി ചെറിയൊരു ഗ്യാപ് ഡൗൺ വന്നു. അപ്പോൾ ഈ ഒരു അലിഗേഷൻ കടന്നുകൊണ്ട് നമുക്ക് താഴത്തേക്ക് ഹ്യൂജ് ഫോള് പോകാം എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു, ഈവൻ ഇൻക്ലൂഡിങ് എനിക്കും. ബട്ട് എന്നാൽ അത്ര സ്ട്രോങ് ആയിട്ട് വീഴാൻ പ്രോബിലിറ്റി കുറവെന്ന് ഞാൻ വിശ്വസിച്ചു. വൈ എന്നാൽ കാരണം ആ ഒരു അലിഗേഷൻ അത്ര സ്ട്രോങ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അത് മാർക്കറ്റിനെ അത്ര സ്ട്രോങ് ആയിട്ട് അഫക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ചെറിയ ഗ്യാപ് ഡൗൺ അല്ലായിരുന്നു വരേണ്ടത്, ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ വരേണ്ടതായിരുന്നു. എന്നാൽ അത് വന്നിട്ടില്ലായിരുന്നു. ഇതിന്റെ ബേസിൽ നമുക്ക് ചെറിയൊരു മൂവ്മെന്റ് താഴത്തേക്ക് കിട്ടുകയും ഈ ഒരു ചെറിയ മൂവ്മെന്റ് നമ്മൾ ക്യാച്ച് ചെയ്തു, പ്രോഫിറ്റ് ക്യാച്ച് ചെയ്ത് ഇറങ്ങാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോൾ മാർക്കറ്റ് ഈ ഒരു ലെവലിലോട്ട് പുഷ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടുന്ന് ഈ ഒരു സെർട്ടൺ ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. ബട്ട് എന്നാൽ അത് അത്ര സ്ട്രോങ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ട്രേഡ് ഷെയർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മളിത് വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു നിഫ്റ്റിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേസമയം നിഫ്റ്റി ബാങ്കിലാണ് എന്നുണ്ടെങ്കിൽ കുറച്ചധികം റെസിസ്റ്റൻസ് ഇവിടെ കാണുന്നുണ്ടായിരുന്നു. ഇവിടെ അടുത്തായിട്ട് കുറച്ച് റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ ഈ കാണുന്ന വിക്കുകളൊക്കെ, അതായത് ഓൾമോസ്റ്റ് 50,750 റേഞ്ചിലൊക്കെ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ട് നമ്മൾ നിഫ്റ്റി ബാങ്കിൽ നിന്ന് ഒരു ട്രേഡും ഇനിഷ്യേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു, ഒരു ട്രേഡും നമ്മൾ ഷെയറും ചെയ്തിട്ടില്ലായിരുന്നു. ഫിൻ നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് ട്രേഡ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ അത് പോവുകയും ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. പിന്നെ സെക്കൻഡ് ടാർഗറ്റിന് അടുത്ത് വരെ പോയി. ബട്ട് എന്താ സെക്കൻഡ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തില്ല. ബട്ട് അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ അത് സസ്റ്റെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഫിൻ നിഫ്റ്റിയിൽ. നമുക്കിന്ന് ഫസ്റ്റ് ഈ ഒരു സെർട്ടൺ ലെവലിൽ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുകയും ഫസ്റ്റ് ടാർഗറ്റ് അത് ഹിറ്റ് ചെയ്തു. അത്യാവശ്യം ഐ ബിലീവ് ഓൾമോസ്റ്റ് 30-40 പോയിന്റ്സ് പ്രീമിയത്തിൽ നമുക്ക് ക്യാച്ച് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. സെക്കൻഡ് ടാർഗറ്റ് ഇങ്ങോട്ട് ലെവൽസ് ഉണ്ടായിരുന്നു. ബട്ട് എന്നാൽ അത് അങ്ങോട്ട് പോയിട്ടില്ലായിരുന്നു. ലെറ്റ്സ് ഗ്യാപ് ഫില്ലിംഗ് സ്ട്രാറ്റജി ആയിരുന്നു നമ്മൾ ഇന്ന് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് മാർക്കറ്റിൽ. ഇതൊന്നും തന്നെ തന്നില്ല. മിഡ് ക്യാപ് നിഫ്റ്റി നമ്മൾ ട്രേഡ് എടുത്തിട്ടേ ഇല്ല, നോക്കിയിട്ടേ ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ ക്രൂഡ് ഓയിൽ നമ്മൾ ഇന്ന് എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം നല്ല പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. കറന്റ് അത് നല്ലൊരു റാലി തന്നുകൊണ്ടിരിക്കുകയാണ്. ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടില്ല, സ്റ്റിൽ നല്ലൊരു ഹ്യൂജ് പ്രോഫിറ്റ് നിൽക്കുകയാണ്. ഇതിനോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം നമ്മൾ എല്ലാ ദിവസവും രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 3 വരെ ഒരുമിച്ച് ഇരുന്ന് ലൈവ് ട്രേഡ് ചെയ്യുന്നുണ്ട്, ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ. ട്രെയിൻ മാക്സ് ഒക്കെ നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിനകത്ത് ലാസ്റ്റ് ഞാൻ 2500 ക്വാണ്ടിറ്റി ഓല വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അത് IPO ലിസ്റ്റ് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. സ്റ്റോക്ക് മാർക്കറ്റ് ലിസ്റ്റ് ചെയ്ത ടൈമിൽ തന്നെ നമ്മൾ അതൊന്ന് വാങ്ങിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് എന്നാൽ ഇന്ന് അത് ഓൾമോസ്റ്റ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന റിട്ടേൺ എന്ന് പറയുന്നത് 22% ആയിരുന്നു റിട്ടേൺ തന്നിട്ടുണ്ടായിരുന്നത്. ഇതിനോടൊപ്പം കുറച്ച് സ്റ്റോക്കുകളും ഓൾമോസ്റ്റ് ലൈക്ക് ഒരു 5 lakh പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് നമ്മൾ ലൈവോട് കൂടി തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ടോട്ടലി തന്ന റിട്ടേൺ എന്ന് പറയുന്നത് 10% എബോ ആണ്. വെറും 4 ദിവസം കൊണ്ട്, ഇന്നത്തെ ദിവസം കൂടെ കൂട്ടിയിട്ടാണെങ്കിൽ 10-11% നമുക്ക് റിസൾട്ട് തന്നിട്ടുണ്ടായിരുന്നു. സോ ട്രേഡിംഗ് തന്നെ വേണമെന്നില്ല, ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിലും സ്വിംഗ് ട്രെയിനിങ് ആണെങ്കിൽ തന്നെ നമുക്ക് ഹ്യൂജ് പ്രോഫിറ്റ് ഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തെളിവോടെയാണ് നമ്മൾ ഇന്ന് കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം നിഫ്റ്റി ക്രൂഡ് ഓയിൽ കറന്റ് റണ്ണിങ്ങിലാണ്. ഓൾമോസ്റ്റ് ഇവിടെ വരെ വന്നിട്ടുണ്ട്. എൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് ലൈക്ക് 6597, ലെറ്റ്സ് സേ 6600 വരെ അത് പോകാനായിട്ട് പ്രോബബിലിറ്റി ഉണ്ട്. അത്യാവശ്യം ഇപ്പോൾ തന്നെ നല്ലൊരു പ്രോഫിറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. എനിക്ക് തോന്നുന്നത് ക്രൂഡ് ഓയിൽ ഓൾമോസ്റ്റ് ഒരു 3 to 4 days ആണ് നമ്മൾ ക്യാരി ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ നമ്മൾ ഇന്നും പുതിയൊരു പൊസിഷൻ ആഡ് ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് നമുക്ക് ക്രൂഡ് നിൽക്കുന്നതും. നമുക്ക് ഇനി നിഫ്റ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നാളെ നമ്മൾ പ്രിപ്പയർ ചെയ്യണമല്ലോ, നാളെ എന്താണ് വ്യൂ എന്നുള്ളത്. കൺസോൾഡേറ്റ് ചെയ്ത സെർട്ടൺ റേഞ്ച് നിൽക്കുകയാണ് നിഫ്റ്റി ഈ സിറ്റുവേഷനിൽ. അപ്പം ഇവിടുന്ന് ഇത് എങ്ങോട്ട് പോകാം എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ ലെറ്റ്സ് സേ 24,464 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ബുള്ളി സൈഡിലോട്ട് നോക്കാം. ഗ്യാപ് ഫില്ലിംഗ് സ്ട്രാറ്റജി എന്ന രീതിയിൽ നമുക്ക് നോക്കാൻ സാധിക്കുന്നതായിരിക്കും. അതേസമയം ഓൾമോസ്റ്റ് 23,893, ലെറ്റ്സ് സേ 23,900 ബിലോ വരികയാണെങ്കിൽ നമുക്ക് ബേറിഷ് ആകാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു റേഞ്ച് ഉണ്ടല്ലോ, ഇതിനെ നമുക്ക് നോൺ ട്രേഡിംഗ് സോൺ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അടുത്ത നമുക്കൊന്ന് നിഫ്റ്റി ബാങ്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. നിഫ്റ്റി ബാങ്ക് ഓൾമോസ്റ്റ് ലൈക്ക് ഇതുപോലൊക്കെ തന്നെ സസ്റ്റെയിൻ ചെയ്ത് കൺസോൾട്ടേറ്റ് ചെയ്ത് നിൽക്കുവാണ്. സോ ബെറ്റർ ഇന്നത്തെ ഹൈ ആയിട്ടുള്ള 50,795 ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് 50,800 മുകളിൽ വരികയാണെങ്കിൽ ബുള്ളി സൈഡിലോട്ട് പോവുകയും അതിനോടൊപ്പം തന്നെ ബേറി സൈഡിലോട്ടാണെങ്കിൽ ഓൾമോസ്റ്റ് 49,700 താഴെ വരികയാണെങ്കിൽ ബേറി സൈഡിലോട്ട് പോവാം. അപ്പോൾ ഇതെന്തായിരിക്കും, ഈ ഒരു റേഞ്ചിനെ നമ്മൾ ഈ ഇടയ്ക്കുള്ള റേഞ്ചിനെ നമ്മൾ പറയുക നോൺ ട്രേഡിംഗ് സോൺ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്ത് വെക്കുന്നതായിരിക്കും.
നെക്സ്റ്റ് വൺ ഫിൻ നിഫ്റ്റിയും കൂടെ ചെക്ക് ചെയ്യാം. ഇതെല്ലാം ഒരു പോസിറ്റീവ് കോറിലേഷൻ പോയി കഴിഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് റിസൾട്ട് വരാനായിട്ട് പ്രോബിലിറ്റി ഉണ്ട്. നാളെ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ്, മറക്കരുത്. അതിനനുസരിച്ച് വേണം നമ്മൾ നേക്കഡ് ഓപ്ഷൻസ് ചെയ്യുമ്പോഴത്തേക്കുള്ളത്. സിയാ ഇതൊരു പ്രീവിയസ് ഹൈ നമുക്ക് ബ്രേക്ക് ചെയ്യുന്ന ടൈമിൽ ഓൾമോസ്റ്റ് ലെറ്റ്സ് സേ 23,150ക്ക് മുകളിൽ മാർക്കറ്റ് പോവുകയാണെങ്കിൽ നമുക്ക് ബുള്ളിഷ് ആകാൻ പറ്റും. പോസിറ്റീവ് കോറിലേഷൻ കൂടെ വേണം കേട്ടോ, എന്നാൽ മാത്രം എടുക്കുക. ഇവിടെ ഞാൻ ഇച്ചിരി പ്രിഫർ ചെയ്യുക, ലെറ്റ്സ് സേ നമുക്കൊരു ബുൾ കോൾ സ്പ്രെഡ് നോക്കാം. റേഷ്യോ സ്പ്രെഡ് നോക്കണമെന്ന് പറയുന്നില്ല, ബുൾ കോൾ സ്പ്രെഡ് തന്നെ ചെയ്യുന്നതായിരിക്കും ഇച്ചിരി ബെറ്റർ ആയിട്ട് നമുക്ക് വരിക. അതേസമയം ബേറിസയിലോട്ടാണെങ്കിലോ 22,500 ബിലോ വരണം, എന്നാൽ മാത്രമായിരിക്കും നമ്മൾ ഇവിടെ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി മിഡ് ക്യാപ്പ് ഇവിടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. ലെറ്റ്സ് സീ. ഓക്കെ, സിയോ മിഡ് ക്യാപ്പിൽ നമുക്കൊരു ബുള്ളിഷ് വ്യൂ തന്നെ കീപ്പ് ചെയ്ത് വെക്കാം. നാളെ പോസിറ്റീവ് കോറിലേഷൻ ആണ്. നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി ബുള്ളിഷ് ആണ് എന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പിലോട്ട് വരികയും 12,700 മുകളിൽ സസ്റ്റെയിൻ ചെയ്ത് നിൽക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ബുള്ളിഷ് ആകാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഫിൻ നിഫ്റ്റി നമുക്ക് വലിയ കുഴപ്പമില്ല, മിഡ് ക്യാപ്പ് ഇച്ചിരി പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. ഇതിനനുസരിച്ച് ട്രേഡ് ചെയ്യുക. അപ്പോൾ ഫിൻ നിഫ്റ്റി നാളെ എക്സ്പയറി ആണ്. അപ്പോൾ ബെറ്റർ ഏതൊക്കെയാ? നിഫ്റ്റി ബാങ്ക് നാളെ ട്രേഡ് ചെയ്യാനായിട്ട് ബെറ്റർ ആക്കി. അപ്പോൾ ടോട്ടലി ബിഗിനർ ആണ്, ഫ്രഷർ ആണെങ്കിൽ ബാങ്ക് നിഫ്റ്റി വിടുക, നിഫ്റ്റി മാത്രം ഫോക്കസ് ചെയ്തിരിക്കുക. ഇതിനോടൊപ്പം തന്നെ നാളെ നമുക്ക് ഈ ഇൻഡെക്സുകൾ ഒന്നും തന്നെ മൂവ്മെന്റ് വരുന്നില്ല. ഇന്ത്യൻ മാർക്കറ്റ് വലിയ മൂവ്മെന്റേ കാണുന്നില്ല, സൈഡ് വേസ് ആണ് എന്നുണ്ടെങ്കിൽ ലെറ്റ്സ് സേ നമുക്ക് MCXലോട്ട് പോകാം. അതായത് കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകുന്നതാണ്. ലെറ്റ്സ് സേ ക്രൂഡ് ഓയിൽ, ഗോൾഡ്, നാച്ചുറൽ ഗ്യാസ്, സിൽവർ, ഇതിലൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യാനായിട്ട് മറക്കുകയും ചെയ്യരുത്. അതുപോലെ നിങ്ങൾ ഫസ്റ്റ് ടൈം ആണ് ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. സഡൻ ആയിട്ട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ പുതിയ ലൈവ്സ് ഒക്കെ വരുന്നുണ്ടായിരിക്കും, അത് മിസ് ചെയ്യാതിരിക്കാനായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി ഇടുക. അപ്പോൾ നമുക്ക് നാളെ രാവിലെ 9 മണിയാകുമ്പോൾ ലൈവ് മാർക്കറ്റിൽ കാണാം.